ഹായ് ഫ്രണ്ട്സ്, തേർഡ് സ്റ്റാൻഡേർഡ് മലയാളം പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പ്രവർത്തനം 1, കഴിഞ്ഞ ക്ലാസ്സിൽ കഥ എഴുതാൻ പറഞ്ഞിരുന്നു അല്ലേ? ആ കഥ നിങ്ങൾ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കഥ അവതരിപ്പിക്കുമ്പോൾ കഥ നന്നായി പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ കഥാപാത്രങ്ങളുടെ സ്വഭാവം വ്യക്തമാകുന്ന രീതിയിലായിരിക്കണം കഥ പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന തരത്തിലായിരിക്കണം കഥ പറയേണ്ടത്. ഉച്ചാരണ ശുദ്ധിയോടെയും ഒഴുക്കോടെയും കഥ പറഞ്ഞു കൊടുക്കുക. പിന്നെ തലക്കെട്ട്, കഥയ്ക്ക് അനുയോജ്യമായ നല്ലൊരു തലക്കെട്ട് കൂടി പറഞ്ഞുകൊണ്ടായിരിക്കണം കഥ പറയേണ്ടത്. അപ്പോൾ ഇത് നിങ്ങളുടെ ടീച്ചേഴ്സിന് വീഡിയോ ആയിട്ട് ചെയ്തു കൊടുക്കുമല്ലോ. പ്രവർത്തനം 2, ആശയം എഴുതാം. വാക്യം പൂർത്തിയാക്കി ആശയം വിശദീകരിക്കുക. എല്ലുമുറിയെ പണി ചെയ്താൽ എന്താണ് പഴഞ്ചൊല്ലിൻ്റെ പൂർണ്ണരൂപം? എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം എന്നാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ പൂർണ്ണരൂപം. എന്താണ് അതിൻ്റെ ആശയം? നന്നായി അധ്വാനിച്ചാൽ നന്നായി ഭക്ഷണം കഴിക്കാം അല്ലേ? അധ്വാനമാണ് സമ്പത്ത്. മണ്ണിൽ നല്ലതുപോലെ പണിയെടുത്താൽ നല്ല വിളവ് കിട്ടും, എങ്കിലേ ആഹാരത്തിനുള്ള വക ലഭിക്കുകയുള്ളൂ. ഇതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം. പ്രവർത്തനം 3, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 39 പഴഞ്ചൊല്ല് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സമ്പത്തു കാലത്ത് തൈപ്പത്ത് വെച്ചാൽ എന്താണ് അതിൻ്റെ പൂർണ്ണരൂപം? സമ്പത്തു കാലത്ത് തൈപ്പത്തു വെച്ചാൽ ആപത്തുകാലത്ത് കാപ്പത്തു തിന്നാം. അടുത്തത് എന്താണ്? വിത്താഴം ചെന്നാൽ. വിത്താഴം ചെന്നാൽ പത്തായം നിറയും. വേണമെങ്കിൽ ചക്ക. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഇതാണ് പഴഞ്ചൊല്ല് പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ പഴഞ്ചൊല്ല് കണ്ടെത്തി അതിൻ്റെ ആശയം കൂടി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലേ? നോക്കൂ. കതിരിൽ വളം വയ്ക്കരുത്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണ്? വളർച്ച എത്തിയ ശേഷം വളം ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. വിത്ത് ഗുണം 10 ഗുണം. നല്ല വിത്തിന് നല്ല വിളവ് ലഭിക്കുന്നു. അഴകുള്ള ചക്കയിൽ ചുളയില്ല. പുറമേ കാണുന്ന ഭംഗിയിൽ കാര്യമില്ല. അതിൽ നിന്നും കിട്ടുന്ന ഗുണത്തിനനുസരിച്ചാണ് വസ്തുക്കൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇതും നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുമല്ലോ. പ്രവർത്തനം 4, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 40 പദശേഖരം. കൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ശേഖരിക്കാം. എന്തൊക്കെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ? വയൽ, ഞാറ്, വിത്ത്, മെതി, കലപ്പ, വിത, കൊയ്ത്ത്, വളം. ഇത് നിങ്ങൾ എഴുതി വെക്കണേ. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട പദാവലി കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ടല്ലേ? ഏലായി. ഏലായി എന്ന് വെച്ചാൽ എന്താണ്? നെൽപ്പാടം ധാരാളമുള്ള സ്ഥലം. പട്ടുവിത, ചേറിൽ വിത്ത് വിതയ്ക്കുക. കരി അണയ്ക്കുക. അങ്ങനെ വെച്ചാൽ കലപ്പ നിർമ്മിക്കുക. പഴമോടുക, നെല്ല് വിളവായ അവസ്ഥ. നേത്തൽ, കലപ്പ. തുണി, നെല്ലളക്കുന്ന പാത്രം. പദം, കൊയ്ത്തിനുള്ള കൂലി. നാട്ടിപ്പണി, ഞാറു പറിച്ചു നടൽ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ മലയാളം പ്രവർത്തനങ്ങളിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഓക്കെ, താങ്ക് യു.